ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് മന്തിയാണ് കേട്ടോ. അപ്പം നമുക്ക് ഈസി ആയിട്ട് ഇതെങ്ങനെ തയ്യാറാക്കുന്നത് ഞാൻ കാണിച്ചു തരാം. ഞാൻ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് കാണിച്ചു തരാം. ഞാൻ 2-3 ടൈപ്പിൽ ചെയ്യലുണ്ട്. പക്ഷേ ഇതുപോലെ ചെയ്തപ്പോൾ കുഴപ്പമൊന്നുമില്ല, നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇത് ഞാൻ വേറൊരു ചാനലിൽ കണ്ടിട്ട് അതുപോലെ ഞാൻ ചെയ്ത് നോക്കിയതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കും കൂടി ഷെയർ ആക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇതാ ഞാനിവിടെ നമ്മളെ മന്തി റൈസ് എടുത്തിട്ടുണ്ട്. വെള്ള അരിയാണ് കേട്ടോ അത്. ഇനിയിപ്പോൾ അത് നമുക്ക് ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. ഈ ഒരു പാട്ട നിറച്ചു എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു പാട്ട നിറച്ചില്ല, ഇത്തിരി ഒന്ന് കുറവുണ്ട്. ഇനിയിപ്പോൾ ഈ ഒരു പാട്ടൊക്കെ തന്നെ ഒരു 1.5 പാട്ട വെള്ളമാണ് നമ്മൾ എടുക്കുക. ഇനിയിപ്പോൾ നമുക്കിത് നല്ലോണം കുതിർത്തിട്ട് നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ട് കുതിർത്ത് വെക്കണം കേട്ടോ ഈ അരി. ഏകദേശം നമുക്ക് ഒരു അരമണിക്കൂർ വരെ നമ്മളെ അരി ഒന്ന് കുതിർത്ത് വെക്കാനുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് മസാല ഒന്ന് സെറ്റാക്കിയെടുക്കാം. നമുക്ക് ചിക്കൻ്റെ അകത്തേക്കുള്ള മസാല ഒന്ന് തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കറാമ്പ് എടുത്തിട്ടുണ്ട്, കറുവപ്പട്ട എടുത്തിട്ടുണ്ട് കുറച്ച്, അതുപോലെ തന്നെ ഏലക്കായി, നല്ല ജീരകം എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ കുറച്ച് കുരുമുളക് എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു ചെറിയ മാഗി ക്യൂബും എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് മല്ലിച്ചപ്പും പുതിനച്ചപ്പും അതുപോലെ തന്നെ ക്യാപ്സിക്കൊക്കെ വേണം കേട്ടോ. അതൊക്കെ ഞാൻ കുഞ്ഞു പീസാക്കിയിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് തന്നെ പൊടികൾ ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് 1 ടീസ്പൂൺ കേട്ടോ, കുറച്ച് മാത്രം മതിയാവേ. അതുപോലെ തന്നെ 1/2 ടീസ്പൂണ് ഗരം മസാലപ്പൊടിയും വേണം, അതുപോലെ തന്നെ ചിക്കൻ മസാലപ്പൊടിയും വേണം കേട്ടോ, 1/2 ടീസ്പൂണ്. എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലോണം ഒന്ന് അടിച്ചെടുക്കാം നമുക്ക് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട്. പിന്നെ നിങ്ങളുടെ കയ്യിൽ ചാറ്റ് മസാലയോ അല്ലെങ്കിൽ കസൂരി മേത്തിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കട്ടോ. ഞാനിപ്പോൾ ഇത് 2 ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മളെ ചിക്കന് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അത് ചേർത്ത് കൊടുക്കുന്ന സമയത്ത്. ഇത് നമുക്ക് ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കാം. പകുതി ഭാഗം ഞാനിപ്പോൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതേപോലെ ഒന്ന് നല്ല കുഴച്ചെടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് സുർക്കാണ്, വിനാഗിരിയിലെ അതാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് 1 ടീസ്പൂൺ വരെ മതിയാവേ. എന്നിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പോൾ നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ച ക്യാരറ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ മല്ലിച്ചപ്പും പുതിനച്ചപ്പൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. എല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ടൊന്ന് കുഴച്ചെടുക്കാം. എല്ലാ സാധനങ്ങളും ഇതിലേക്ക് തന്നെ ഞാൻ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഒരു പകുതി ഭാഗം ക്യാപ്സിക്കം കൂടി അരിഞ്ഞിട്ട് ഇതേപോലെ കുഞ്ഞു പീസാക്കിയിട്ട് അരിയണം കേട്ടോ. എന്നിട്ട് ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് മല്ലിച്ചപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ ഇതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിന് കേട്ടോ. ഉപ്പ് നോക്കിയിട്ടാണ് കേട്ടോ നിങ്ങൾ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ മാഗി ക്യൂബ് ഇതിന് ഉപ്പ് ഉണ്ടാവില്ല, അതുകൊണ്ട് തന്നെ നമ്മൾ ഉപ്പ് നോക്കിയിട്ടാണ് കേട്ടോ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. ഇനിയിപ്പോൾ ഇതൊന്ന് കുഴച്ചെടുക്കാം. ഒരു മാഗി ക്യൂബിൻ്റെ പകുതി ഭാഗമായിരുന്നു കേട്ടോ ഞാൻ ആദ്യം ചേർത്ത് കൊടുത്തത്. അപ്പം ബാക്കിയുള്ളതും കൂടി ഞാൻ അതിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പം പച്ചമുളക് ഞാൻ കുഞ്ഞു പീസാക്കിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഞാൻ ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കാൻ വിട്ടുപോയിന് കേട്ടോ. അത് പിന്നെയാണ് ഞാൻ അടിച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം കുറച്ചൊന്ന് ഇട്ട് കൊടുത്തിട്ട് മിക്സിൻ്റെ ജാറിൽ ഇതേപോലെ ഒന്ന് അടിച്ചെടുത്തിന്. കൂട്ടത്തിൽ ഞാൻ ലേശം പെരിഞ്ചീരകം ഇട്ട് കൊടുത്തിന് കേട്ടോ. എന്നിട്ട് ഇതേപോലെ ഒന്ന് അടിച്ചിട്ട് ഇതിലേക്ക് മിക്സാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിൽ ഞാൻ ചാറ്റ് മസാലയും അതുപോലെ തന്നെ കസൂരി മേത്തിയും ചേർത്ത് കൊടുത്തിനെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ലാസ്റ്റാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് ഒന്നും കൈവച്ചൊന്ന് കുഴച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് ഇട്ട് കൊടുത്താൽ ശരിക്കും നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ വാങ്ങുന്ന ആ ഒരു മന്തിൻ്റെ ടേസ്റ്റ് തന്നെ കിട്ടും കേട്ടോ. അതാണ് പുറത്തുള്ള ആ ഒരു മന്തിൻ്റെ ആ ഒരു ടേസ്റ്റൊക്കെ വരുന്നില്ലേ, അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ചേർക്കുന്നേരം നല്ല ടേസ്റ്റായിരിക്കും മന്തിക്ക്. അപ്പോൾ ഞാനിത് ആവിച്ചമ്പിലാണ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ആവിച്ചമ്പിൽ വേവിക്കുന്ന സമയത്ത് നമ്മൾ കുറച്ച് വെള്ളം അതിൽ ഒഴിച്ചിട്ടാണല്ലോ വേവിച്ചെടുക്കേണ്ടത്. അപ്പോൾ ചിക്കൻ്റെ സ്റ്റോക്കൊക്കെ അതിലേക്ക് ഉറ്റുമല്ലോ. അപ്പോൾ അയ്യ വെള്ളമാണല്ലോ നമ്മൾ ചോറിൻ്റെ ഒക്കെ ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പം ഞാൻ എന്താണ് ചെയ്യൽ, ഈ പാട്ടിൽ നമ്മളിപ്പോൾ 1.5 പാട്ട വെള്ളമാണല്ലോ പറഞ്ഞത്, ഈ പാട്ടൻ്റെ പകുതി ഭാഗം ആവിച്ചമ്പിലേക്ക് ഒഴിച്ച് കൊടുക്കും കേട്ടോ. എന്നിട്ട് നമ്മൾ ചിക്കന് ആവി കയറ്റി എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോഴത്തേക്ക് ഈ ചിക്കൻ്റെ അകത്തുള്ള അതിൻ്റെ മസാലക്കൂട്ടൊക്കെ നമ്മൾ ആവിച്ചമ്പിലേക്ക് കൂട്ടാം, ഈ ഒരു വെള്ളത്തിലേക്ക് കിട്ടും. അപ്പോൾ ചോറിന് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ ഇത് ആവി കയറ്റി എടുക്കുന്നുണ്ട്. ആവി കയറ്റി എടുത്താൽ പെട്ടെന്ന് തന്നെ നമുക്ക് വെന്ത് കിട്ടും കേട്ടോ.
പിന്നെ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. എന്താ ഞാൻ ഇങ്ങനെയല്ല ചെയ്യൽ. ഞാൻ സാധാരണ നമ്മൾ പൊരിച്ചിട്ട് മൂടിയൊക്കെ വെച്ചിട്ട് വേവിക്കുന്നില്ല, അതുപോലെയാണ് ചെയ്തെടുക്കൽ. അപ്പോൾ അതാ ഇതുപോലെ ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഇതാ ഞാനിതൊന്ന് മൂടി വെച്ചൊന്ന് എടുക്കട്ടെ. പിന്നീട് എനിക്ക് 2-3 കഷ്ണം ചിക്കൻ അധികം കൊണ്ടുവന്നിന് കേട്ടോ. അപ്പോൾ അതും കൂടി ഞാൻ അതിൻ്റെ മസാലൻ്റെ പേരം പെരക്കിയിട്ട് ചേർത്ത് കൊടുത്തിനെ. ഏകദേശം ഒരു 15 മിനിറ്റ് വരെ വെച്ചാൽ പിന്നെ ഇത് വെന്ത് കിട്ടും കേട്ടോ. പിന്നെ നമ്മളിത് ബാക്കിയുള്ള മസാല എന്നിട്ട് നമ്മൾ ചിക്കൻ പെരക്കിക്കില്ലേനോ അതിൻ്റെ ബാക്കിയുള്ള മസാല ആണ് ഇത്. അതിനിപ്പം നമുക്ക് ചോറിലേക്ക് ആവശ്യമുണ്ട്. അപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാനിത് തുറന്ന് നോക്കിയാൽ ചിക്കൻ അടിപൊളിയായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഒരു പാത്രത്തിലേക്ക് കോരി മാറ്റാം. ഇനി ഒരു പാനിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണയോ ഓയിലോ നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ അത് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് നമ്മളെ കാശ്മീരി മുളകില്ലേ, മുളക് പൊടിയില്ലേ, അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. തീ നല്ലോണം കുറച്ച് വെക്കണം കേട്ടോ. എന്നിട്ട് ഇതെന്തിനാണ് ചേർത്ത് കൊടുത്തതെന്ന് വെച്ചാൽ ചിക്കന് ലേശം ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഞാൻ കളറൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പം മുകൾ ഭാഗത്തായിട്ട് ഒന്ന് ലേശം ഒരു കളറ് കിട്ടേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ മുളക് പൊടി ചേർത്ത് കൊടുത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി, അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ. അപ്പം നമ്മൾ ഇതിൽ മുളക് പൊടിയും കാര്യങ്ങളൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ലല്ലോ. ഇങ്ങനെ തന്നെ വെള്ള കളറാണെന്നല്ലോ ഇപ്പം ചിക്കൻ ഉള്ളത്. അപ്പോൾ ഒരു ചുവപ്പ് കളർ വാങ്ങിയോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ലേശം മുളക് പൊടി ഞാൻ പാറ്റി കൊടുക്കുന്നത്. അപ്പോൾ ഇതേപോലെ ഒന്ന് ഞാൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പാകത്തിനൊക്കെ ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നമുക്ക് നോക്കുക കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ മുളക് പൊടി പെരക്കിയിട്ടു ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇത് എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്ത് വെച്ചത്. ഇനിയിപ്പോൾ ചിക്കന് നമുക്ക് ഇത് മറിച്ചിട്ട് കൊടുക്കുക. ചിക്കൻ്റെ കളറൊക്കെ പെട്ടെന്ന് തന്നെ മാറി വരും കേട്ടോ. നല്ല സോഫ്റ്റാണ് ഇത്. സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ മൂടി വെക്കുന്നത്, നല്ല ഹാർഡായിട്ട് ഇട്ടാണ്ട് നിൽക്കാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ ഇത് നമുക്ക് തുറന്നിട്ട് കോരി മാറ്റാം. പെട്ടെന്ന് ഉൾഭാഗം ഒന്നും വേവേണ്ട ആവശ്യമില്ല, ഒന്ന് ഗോൾഡൻ കളറായിട്ട് ഒന്ന് മാറ്റി കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്കുള്ള റൈസ് ഉണ്ടാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂൺ തന്നെ നമ്മളെ ഓയിലില്ലേ അതാണ് ഒഴിച്ച് കൊടുത്തത്. ഇനിയിപ്പോൾ അതിലേക്ക് നമ്മൾ ഒരു ടീസ്പൂണ് കുരുമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്, പിന്നെ കറുവപ്പട്ട ചേർത്ത് കൊടുത്തിട്ടുണ്ട്, പിന്നെ കറാമ്പ് ചേർത്ത് കൊടുക്കുക, പിന്നെ ഏലക്കായ് ചേർത്ത് കൊടുക്കാം. എല്ലാം കുറേശ്ശെ മതിയാവും കേട്ടോ. കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മൂത്ത് വന്നതിന് ശേഷം അതിലേക്ക് ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ആവി കയറ്റിയ ആ ഒരു വെള്ളമില്ലേ ചിക്കൻ്റെ, ആ ഒരു വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾക്ക് ബാക്കി വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ അത് മൊത്തത്തിൽ ഒരു 1.5 പാട്ട വെള്ളമാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുത്തത്. പിന്നെ ഉപ്പും കൂടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കാം. പിന്നെ നമ്മൾ നേരത്തെ ചിക്കൻ പെരക്കിയതിൻ്റെ ബാക്കി മസാലകളൊക്കെ ഇല്ല അതും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇതിലേക്ക് കുറച്ച് ഞാൻ പശു നെയ്യും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മളെ നല്ല നെയ്യില്ലേ അതും കൂടി ചേർത്ത് കൊടുത്തിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരിക്കും അത് ചേർത്ത് കൊടുക്കുന്ന സമയത്ത്. നേരത്തെ കഴുകി വൃത്തിയാക്കി കുതിർത്ത് വെച്ച അരി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് മുഴുവനായിട്ട് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ അത് ഊറ്റിയല്ല കേട്ടോ വെക്കുന്നത്, വറ്റിച്ചാണ് വെക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ അത്ര വെള്ളം എടുത്തത്, 1.5 വെള്ളം എടുത്തത്. ഊറ്റിയും ഞാൻ വെക്കലുണ്ട്. പിന്നെ ഇതേപോലെ വെക്കാൻ അറിയാത്തവരുണ്ടെങ്കിൽ ചെയ്തോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ കാണിച്ചു തരുന്നത്. അപ്പോൾ അത് മുഴുവനായിട്ട് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. ഈ ഒരു സമയം ഉപ്പ് മുന്നിട്ട് നിൽക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കണം കേട്ടോ. ഇനിയിപ്പോൾ ഇതാ നല്ലോണം തിളച്ച് വന്നോട്ടെ. തിളച്ച് വന്നതിന് ശേഷം നമുക്കിതൊന്ന് വറ്റി വന്നാൽ ചെറുങ്ങനെ ഒന്ന് വെള്ളം വറ്റിയല്ലോ മുകൾ ഭാഗം. അപ്പോൾ മൂടി വെച്ചിട്ട് നല്ല ലോ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് ഒരു ഏകദേശം 10 മിനിറ്റെങ്കിലും വേവിച്ചെടുക്കാം കേട്ടോ. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഇപ്പോൾ നമ്മളെ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതാ കറണ്ട് ഇല്ലായിട്ടാണ് കേട്ടോ കാണാത്തത്. അപ്പോൾ പകുതി വേവായതിന് ശേഷം പകുതിയല്ല ഒരു 1/4 വേവായതിന് ശേഷം ഞാൻ ഈ ചിക്കൻ ഇതിൻ്റെ മേളിലായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിനിപ്പോൾ നമുക്കൊന്ന് പുക കയറ്റിയെടുക്കണം. അപ്പോൾ തന്നെ അടിയിൽ നിന്ന് ലോ ഫ്ലെയിമിൽ ആ തീ അങ്ങനെ കത്തുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇത് ഈ ഒരു ആവി കിടന്നിട്ട് ഈ ഒരു ചിക്കനും അതുപോലെ തന്നെ ഈ ഒരു പുകയൊക്കെ ഒന്ന് മിക്സായിട്ട് വരണം കേട്ടോ. നമ്മൾ ചിരട്ട കത്തിച്ചിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം മൂടി വെച്ച് കൊടുക്കാം കേട്ടോ. ഏകദേശം ഒരു 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് വിളമ്പി കൊടുക്കാം കേട്ടോ. അതേപോലെ ഒന്ന് ഇളക്കി ഇട്ട് കൊടുക്കുക. നല്ല അടിപൊളി മന്തി ബിരിയാണി റെഡി ആയിട്ടുണ്ട്.
അപ്പോൾ ഇതേപോലെ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഇടയിൽ മുളക് ഇട്ടു.